ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് 2 കോമഡികളാണ്. 2 കൊമേഡിയന്മാരെ നമ്മൾ കാണിക്കും. അതിൽ ആരാണ് ഏറ്റവും മികച്ച കോമഡി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, വോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് വെറുതെ ഒരു കോമഡി പറയാൻ വേണ്ടിയിട്ടല്ല, ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ 2 പേർ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള 2 കോമഡികൾ പറയുന്നുണ്ട്. രണ്ടുപേരും കേരളത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള കോമഡിയന്മാരാണ്. അപ്പം അതിൽ ഒന്നാമത്തെ കോമഡി നമ്മൾക്ക് കേൾക്കാം. രമേശ് പിഷാരടി എന്ന് പറയുന്ന കോമഡി രംഗത്തൊക്കെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു കോമഡി പറയുന്നുണ്ട്. നമുക്ക് ആദ്യം കേൾക്കാം, അതിൻ്റെ വിഷയം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് രണ്ടാമത്തെ കൊമേഡിയനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് വരുന്നത്, ഈ വിഷയം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഹാപ്പിനെസ് ഇൻഡെക്സ് പല ആളുകളും നിരന്തരമായി പറയുന്ന ഒരു വിഷയമാണ് ഹാപ്പിനെസ് ഇൻഡെക്സ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഭയങ്കര കൂടുതലാണ്. അത് മതമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ മതമില്ലാതെ ഇരുന്നാൽ പിന്നെ സന്തോഷം കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിന്നെ വാദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സ്ഥിരമായി അതിന് മറുപടി ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ പല രൂപത്തിൽ പറയാറുണ്ട്. ഒന്നാമത്തത്, ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ തന്നെയാണ് ഡിപ്രഷൻ കൂടുതൽ. ഡിപ്രഷൻ്റെ മരുന്നുകൾ കഴിക്കുന്നത് കൂടുതൽ, ഈ അതിൻ്റെ റേറ്റ് വളരെ അലാമിംഗ് ആയ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, സന്തോഷം കൂടിയാൽ ആൻറ്റി ഡിപ്രസൻറ്റ് കഴിക്കുമോ? അതേപോലെ തന്നെ സൂയിസൈഡ് റേറ്റ് വളരെ കൂടുതലാണ് ഈ രാജ്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണ് സന്തോഷം കൂടിയിട്ട് തുള്ളിച്ചാടി പോയി ആത്മഹത്യ ചെയ്യുന്നതാണോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് മുമ്പൊക്കെ ഇങ്ങനെ ജസ്റ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണ്, അതുകൊണ്ട് അവിടെ മതം ഇല്ലാത്തതുകൊണ്ടാണ്, മതമില്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കി വിടുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മുസ്ലിം രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലെയുള്ള, ഒമാൻ, ഖത്തർ പോലെയുള്ള, UAE പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ മുന്നിലാണ്. എന്നാൽ മതമില്ലാത്ത രാജ്യങ്ങൾ, പിന്നെ ചൈന, ജപ്പാൻ പോലുള്ളതൊക്കെ ഇതിനേക്കാളൊക്കെ വളരെ പിന്നിലാണ്. ഇതൊക്കെ എങ്ങനെയെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ വരുന്നില്ല, ഇപ്പോൾ നമ്മൾ കോമഡിയാണ് വിഷയം. അപ്പോൾ ഏതായാലും ഈ ഒരു ചോദ്യം പിഷാരടിയോട് ചോദിക്കുന്നുണ്ട്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ കൂടിയ ആളുകൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത്, അതിന് നല്ലൊരു രസകരമായ മറുപടിയും പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷത്തോടെ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഫിൻലൻഡാണ്. അതുപോലെ തന്നെ അവിടെയാണ് സൂയിസൈഡ് റേറ്റും ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ഈ ആവശ്യങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സാച്ചുറേഷൻ ലെവലിൽ എത്തുമല്ലോ, നമ്മൾ ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ. അപ്പോൾ എത്താതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കുന്നതിലാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ പെർസ്പെക്റ്റീവാണ്. അപ്പം നമ്മുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ എല്ലാം സാധിക്കാതിരുന്നാൽ അത്യാവശ്യം സന്തോഷത്തോടൊക്കെ ജീവിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം. അല്ല, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ ആഗ്രഹം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ചോദ്യത്തിലൊരു കാര്യമുണ്ട്. അതായത് അവിടെ എല്ലാവരും സന്തോഷമൊക്കെ ഉണ്ട്, അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് അവരുടെ വിചാരം അങ്ങനെ ഒരു ഉട്ടോപ്പിയയിലേക്ക് എത്തിയവര്. ഫിൻലാൻഡുകാർ എല്ലാം നേടി എല്ലാം അച്ചീവ്ഡ് ആയിട്ട് ആ അച്ചീവ്മെന്റിന്റെ ഒരു എന്താ പറയാ, പിന്നെ അങ്ങോട്ട് ആത്മഹത്യ, അതിന്റെ ഒരു മടുപ്പ് കാരണം ആത്മഹത്യ എന്നാണ് വിചാരിക്കുന്നത്. ഇത്ര ചില ആളുകളുടെ വായന അങ്ങനെ പോകുന്നത്. ജോസഫ് എന്നെ കൊണ്ട് ജോസഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം നേടിയത് കൊണ്ടുള്ള ഒരു അമർഷത്തിലാണ്, ഒരു നിരാശയിലാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. തിരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം കുറച്ചുകൂടെ നിങ്ങൾ നീക്കി വെക്കും. നിങ്ങൾക്ക് വെറുതെ ഇരിക്കണ ആൾക്ക് 10,000 രൂപ ശമ്പളം കൂട്ടി കൊടുത്താൽ അവൻ അപ്പം തന്നെ 10,000 രൂപയുടെ ഒരു ചെറിയ പരിപാടി പ്ലാൻ ചെയ്ത് അത് കയറ്റി വെച്ചിരിക്കും. അപ്പം അങ്ങനെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു പരിപാടി നമുക്ക് ഇല്ല. എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഫിൻലൻഡിൽ എന്തുകൊണ്ടാണ് ഈ സൂയിസൈഡ് റേറ്റ് കാര്യം ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നത്? ഞാനത് പറഞ്ഞല്ലോ, ഫിൻലൻഡിൽ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നത് വല്ല മനുഷ്യരോട് വാഗോണ്ട് ചോദിക്കുന്ന സർവേ അല്ലാണ്ട് ഇതിന് അളവും ഇതൊന്നും ഇല്ലല്ലോ. ഇത് വളരെ എക്സാക്ട് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് ശരിക്കും ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഫിൻലൻഡിൽ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുക, അങ്ങനെയല്ല സംഭവം. മറിച്ച് ഇതൊരു സ്റ്റെപ്പ് ലാഡർ സർവേ ആണ്. നമ്മൾ സ്ഥിരം പറയുന്നതാണ്. ആ സ്റ്റെപ്പ് ലാഡർ സർവേയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡെവലപ്ഡ് രാജ്യങ്ങൾ ഇതിന് മുന്നിൽ വരുന്നത്. ചില സ്റ്റഡീസിൽ നിന്ന് നമ്മൾ ഒരാൾക്ക് അടിസ്ഥാനപരമായിട്ട് ആവശ്യങ്ങൾ എന്തൊക്കെയുള്ളത്, കുറച്ചുകൂടി ബെറ്റർ ആണെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളുള്ളത്, ഇത്തരത്തിൽ ആവശ്യങ്ങൾ ലിസ്റ്റ് ഇടും. ആവശ്യങ്ങൾ എത്രത്തോളം ഇവർക്കുണ്ടെന്ന് അന്വേഷിക്കും. ഭക്ഷണം ഉണ്ടോ, പാർപ്പിടുണ്ടോ, കുടുംബമുണ്ടോ, ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടോ, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ഭൗതികമായി സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ട്. എന്ന് വെച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിച്ചോളുന്നില്ല. അവിടെയാണ് ഭൗതികേതരമായിട്ട് നമുക്ക് സന്തോഷത്തിന് വേറെയും കുറേ. അത് ശരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭൗതികമായിട്ട് ഇത്തരം സൗകര്യങ്ങളുള്ള അവസ്ഥയിൽ പോലും ഇവർക്ക് സന്തോഷകരമായി ഇരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇത്രത്തോളം സൗകര്യമില്ലാത്ത ആളുകൾ പോലും സന്തോഷമായിട്ടിരിക്കുമ്പോൾ അവർക്കില്ലാത്തതിനേക്കാൾ ആത്മഹത്യ റേറ്റ് എന്തുകൊണ്ട് ഇവർക്ക് ഉണ്ടാവുന്നു? അവർക്കില്ലാത്തതിനേക്കാൾ എന്തുകൊണ്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ ആന്റി ഡിപ്രഷൻസ് ഇവർ കൺസ്യൂം ചെയ്യുന്നു? എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിട്ട് എന്നുള്ളത് വേറെ ചോദ്യം കൂടിയാണ്. അപ്പോൾ അവിടെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരടുത്തും പോയിട്ട് ഇങ്ങനെ ഒരു സന്തോഷത്തിന്റെ എന്തോ ഒരു പിന്നെ തെർമോമീറ്റർ ഇങ്ങനെ അല്ലെങ്കിൽ മനസ്സിലെ ഹൃദയത്തിന് കുത്തിയിട്ട് സന്തോഷം അങ്ങനെയല്ല എന്നുള്ളത് ഒരു സ്റ്റെപ്പ് ലാഡർ സർവേ ആണ്. അത് കൃത്യമായിട്ട് പിഷാരടി പറയുന്നുണ്ട്. സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നത് വല്ല മനുഷ്യരോട് വാഗോണ്ട് ചോദിക്കുന്ന സർവേ അല്ലാണ്ട് ഇതിന് അളവും ഇതൊന്നും ഇല്ലല്ലോ. നമ്മുടെ ദുഃഖം വെച്ച് നോക്കുമ്പം ഇത് പറയുന്നതാണല്ലോ. പിന്നെ ഈ ആത്മഹത്യ ചെയ്യുന്നത് ആൾക്കാർ ചിലപ്പോൾ ഹാപ്പി ആവണമെന്നില്ല.
സന്തോഷമുള്ളവർ മാത്രമേ ഉള്ളൂ, മറ്റവനൊക്കെ ചത്തുപോകും, അപ്പോഴും ഇൻഡെക്സ് മേളിൽ കയറി കിടക്കും. പ്രശ്നം പിടുത്തം കിട്ടിയോ? മൊത്തം 10 പേരുണ്ട്, 2 പേര് ഹാപ്പിയില്ല, 2 പേരും ആത്മഹത്യ ചെയ്തു, അപ്പൊ 8 പേരും ഹാപ്പി, ഫുൾ 100% ആയി. നമ്മളിവിടെ ഒരു തമാശയിലൂടെ ടിപ്പിക്കൽ പിഷാരടി ലെവൽ കോമഡിയാണ്. എന്ന് വെച്ചാൽ കുറെ സങ്കടമുള്ളവരുണ്ട്, അവരൊക്കെ ആത്മഹത്യ ചെയ്തു, ബാക്കിയുള്ളവരൊക്കെ സന്തോഷമുള്ളവർ അങ്ങനെ കൂടിയതായിരിക്കാം എന്നുള്ളത്. അങ്ങനെ ഈ സാഹചര്യത്തെ തമാശയിലൂടെ അദ്ദേഹത്തിന്റെ വ്യക്തി വെച്ച് വിലയിരുത്തി ഒരു നല്ലൊരു കോമഡി, രസകരമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കോമഡി. അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ചില കൃത്യമായ പോയിന്റുകൾ അദ്ദേഹം കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെസ് നമ്പർ 1 അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇനി വരുന്നത് ഇതിനപ്പുറത്തുള്ള കോമഡിയാണ്. ഇത് പെട്ടെന്ന് പിടിച്ചാൽ നിൽക്കും തോന്നില്ല കോമഡി മക്കളെ കേട്ടോ. അപ്പൊ ഈ കോമഡിയുടെ ഇതിവൃത്തം ഇതേ ഹാപ്പിനെസ് ഇൻഡെക്സ് തന്നെയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ ചർച്ച കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഉണ്ടായപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സ് അതുകൊണ്ട് ഫിൻലൻഡിൽ നോർവേയിലും മതമില്ലാത്തത് കൊണ്ട് ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം ഉണ്ടാക്കി. നമ്മളെന്ത് ചെയ്ത് നേരെ തിരിച്ച് മറ്റേ ഡാറ്റ ഒക്കെ ഇട്ട് കൊടുത്തു. എന്താണ് ഈ പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ആത്മഹത്യ കൂടുതലാണ്, ഡിപ്രഷൻ റേറ്റ് കൂടുതലാണ്, ആന്റി ഡിപ്രസന്റുകൾ ഉപയോഗിക്കുന്നത് കൂടുതലാണ്, ഈ കാര്യങ്ങളൊക്കെ ഇട്ടു. മറുഭാഗത്ത് നമ്മൾ വേറൊരു ഡാറ്റയും കൂടി ഇട്ട് കൊടുത്തു. ഇത്രയൊന്നും ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാത്ത മുസ്ലിം രാജ്യങ്ങൾ, ഈവൻ പലപ്പോഴും ഭയങ്കര ഇല്ലാന്നല്ല, ഇത്തരത്തിൽ അത്യാവശ്യമായ അനിവാര്യമായി ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ പോലും ലഭിക്കാതിരിക്കുന്ന, യുദ്ധങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, സംഘർഷങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ ഡിപ്രഷൻ കുറവാണ് എന്ന് മാത്രമല്ല ആത്മഹത്യ കുറവാണ്. ഈ ഡാറ്റ കൂടി പെട്ടു. എന്ന് വെച്ചാൽ ഭൗതിക സാഹചര്യം കൂടിയ മതമില്ലാന്ന് ഇവർ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ആത്മഹത്യ കൂടുതലും, ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാത്ത മുസ്ലിം രാജ്യങ്ങളിൽ ആത്മഹത്യ കുറവും. ഈ ഡാറ്റ ഇട്ട് കൊടുത്തു. അപ്പൊ വരുന്നു മോനെ, ഇതാണ് കോമഡി. എല്ലാവരും പിന്നെന്താ പറയാ, സ്പീക്കറൊക്കെ ഒന്ന് കുറച്ച് വെച്ചാൽ കൂടെ ഉള്ളവർക്ക് ചിരിച്ചിട്ട് ഹെഡ്സെറ്റ് ഉപയോഗിക്കാം. അപ്പൊ ഏതായാലും അടുത്ത രണ്ടാമത്തെ കോമഡിയാണ്. ഒന്നാമത്തത് പിഷാരടിയുടെ കോമഡി കഴിഞ്ഞു, രണ്ടാമത്തെ കോമഡി. അപ്പൊ ഞാൻ പറയുന്നത് മതവിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതൊന്നല്ല അവിടെ വിഷയം. ഇപ്പൊ സിറിയയിലോ ഇറാഖിലോ ഒക്കെ ആത്മഹത്യ നിരക്ക് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ കാരണം അവർക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത രീതിയിലൊന്നുമില്ല. അതെ, പോയിന്റ് നമ്പർ 1 ആത്മഹത്യ ടൈം കിട്ടുന്നില്ല. സിറിയയിലും ഇറാഖിലുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ്, അവർക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കൊണ്ട് ആത്മഹത്യ ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇത് കഴിയുന്നില്ല കേട്ടോ, ഇത് കോമഡികളുടെ നേരെയാണ്. അതായിരിക്കും ഒരു അറിയിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ടെൻഷനും സംഘർഷവും അനുഭവിക്കുന്ന ജനങ്ങളാണ് അത്തരം രാജ്യങ്ങളിലുള്ളത്. അവര് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവർ നിസ്സഹായരായിരിക്കാം ഒരു പക്ഷേ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആത്മഹത്യയുടെ കാരണം മതവും അല്ലെ അങ്ങനെയുള്ള. അപ്പോൾ ഇതാണ്, ഇതിൽ ഏത് കോമഡിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഒരാളുടെ കയ്യിൽ ഡാറ്റ കിട്ടുമ്പോൾ ഏത് രൂപത്തിലാണ് അയാൾ സ്വയം കൊമേഡിയനായി മാറുന്നതിന്റെ ഉദാഹരണമായിട്ട് മാത്രമേ ഇതിലിപ്പോൾ രണ്ടുപേർക്കും ഒരു വ്യത്യാസമുണ്ട്. പിഷാരടിയെ സംബന്ധിച്ച് പിഷാരടിക്ക് ആ സാഹചര്യത്തെ ഒന്ന് യുക്തിപരമായിട്ട് വിലയിരുത്തിയാൽ മതി, ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇദ്ദേഹത്തിന് അങ്ങനെ വിലയിരുത്തിയാൽ പോരാ. ഇയാൾക്ക് അജണ്ട ഉണ്ട്, അതേപോലെ നെറേറ്റീവ് ഇതിലൂടെ പുഷ് ചെയ്യും വേണം. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു എങ്ങനെയെങ്കിലുമൊക്കെ ഇത് മൂപ്പരെ ഒരു ഒപ്പീനിയനിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് അതിൽ കാണുന്നതാണ്. ഒന്ന് ആലോചിക്ക്, ഒരു നാട്ടിൽ ആത്മഹത്യ കുറവാണ്, അപ്പൊ എന്തുകൊണ്ടായിരിക്കും? സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താ പറഞ്ഞ് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ലാത്തവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന സമയത്ത് എന്ത് പോയിന്റാണ് താങ്കൾ അതിലൂടെ മുന്നോട്ടൊക്കെ ഉദ്ദേശിക്കുന്നതാണ്? അപ്പോൾ ഇതിൽ ഈ വ്യത്യാസം നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്ലിയർ ആണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മതവിശ്വാസിയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്നാലും അയാൾക്ക് പ്രത്യേക അജണ്ട ഒന്നുമില്ല. അയാൾ എന്ത് ചെയ്തു, കൃത്യമായി യുക്തിപരമായി അതിനെ ഹാൻഡിൽ ചെയ്തു, നല്ലൊരു കോമഡിയും പറഞ്ഞു. ഈ മറ്റേ ആള്, ഇതേ ആള് എന്താണ് ഹാപ്പിനെസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നും, ഈ ഫാക്ടേഴ്സ് ഒന്നും എടുക്കൂല. അവിടെ ആ രാജ്യത്തിന്റെ ഇതെന്താണ്, അവിടുത്തെ അവസ്ഥ എന്താണ്, അതൊന്നും എടുക്കൂല. അവിടെ മതം ഇല്ലാത്തതുകൊണ്ട് ഹാപ്പിനെസ്, അവിടെ ആത്മഹത്യയുള്ള ധൈര്യം ഉണ്ടോ അല്ലെങ്കിൽ സമയമുണ്ടോ, അതൊന്നും വിഷയമല്ല. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ അവിടെ വേറെ കുറെ കാര്യങ്ങൾ പറയാം. അങ്ങനെ സ്വയം കൊമേഡിയൻ ആകുന്ന ഒരാൾ ഒരു ഭാഗത്തും, ഒരു ജെന്യൂനായ ഒരു കോമഡി പറഞ്ഞ ഒരാൾ. അത് രണ്ടാണ് കേട്ടോ. അപ്പോൾ കോമഡി, ഒരു കാര്യം പറയാൻ വേണ്ടി കോമഡി പറയാന്നുള്ളതും കാര്യം പറയുമ്പോൾ കോമഡി ആയി പോകുക എന്നുള്ളതും. അപ്പോൾ ഇതിൽ ഏത് കോമഡിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ, ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ വളരെ അക്കാദമികമായി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോകൾ നമുക്ക് അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്യുക എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.